വക കൊടുക്കാനൊക്കെ ആൾക്കാരുണ്ട്. ഇതാണ് ഖുർആൻ പറഞ്ഞത്, നബി തങ്ങൾ പഠിപ്പിച്ചത് മസാജിദുഹും ആമിറ, പള്ളികളൊക്കെ മനോഹരമായിരിക്കും, അതെല്ലാം രമ്യഹർമ്മങ്ങളെ പോലെ വലിയ 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 കൊട്ടാരം പോലെയായിരിക്കും. പക്ഷെ വഹിയ ഖറാബും മിനൽ ഹുദ, സന്മാർഗത്തിൽ നിന്ന് അത് പൂർണ്ണമായി കാലിയായിരിക്കും. അവിടെ സന്മാർഗങ്ങൾ ഉണ്ടാവുകയില്ല. പള്ളികളൊക്കെ സജീവമാണെങ്കിലും അവിടെ സന്മാർഗങ്ങൾ ഉണ്ടാവുകയില്ല. അങ്ങനെയൊക്കെ അർത്ഥം വെച്ച മഹാന്മാരായ പണ്ഡിതന്മാർ അർത്ഥം വെച്ചതുണ്ട്. ദർസ് ഉണ്ടാവൂല. പള്ളിയുടെ പരിപാലനത്തിൽ പെട്ടതാണ് ദർസ് എന്ന് പറയും. ഉദാഹരണം പറയാം, ദർസിനോട് താല്പര്യമില്ല, ഇൽമ പഠിപ്പിക്കാൻ താല്പര്യമില്ല, അള്ളാഹു ഭൗതികമായ സംവിധാനങ്ങളും സൗകര്യങ്ങളൊക്കെ ഒരു നാടിന് കൊടുത്തിട്ടുണ്ടെങ്കിലും അവരാ സമ്പാദ്യങ്ങളൊക്കെ ഉപയോഗിച്ച് അള്ളാഹു ദീനിന്റെ ഉലമാക്കളെ വാർത്തെടുക്കുമെന്നൊരു ബോധം അവർക്കില്ല. അവരെ മക്കൾക്ക് ലക്ഷങ്ങളും കോടികളും കൊടുത്ത് MDക്കും വലിയ വലിയ കോഴ്സിന് പഠിപ്പിക്കാൻ അവർക്ക് താല്പര്യമുണ്ട്. എന്നാൽ പരിശുദ്ധ ഖുർആനും ദീനും പഠിപ്പിക്കാൻ താല്പര്യവുമില്ല. പള്ളി അത് വലുതാക്കി അതിലും വലുതാക്കണം. 10 കൊല്ലം കഴിഞ്ഞ് പുതിയ കമ്മിറ്റി